ഗുണ്ടാ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കടുത്ത കയ്യാങ്കളിയും സംഘർഷവും. ജയിലിലുള്ള ബി.ജെ.പി കൗൺസിലർക്ക് ഒപ്പിടാനായി ഹാജർ രജിസ്റ്റർ പ്രത്യേകമായി മാറ്റിവെച്ചുവെന്ന ഭരണപക്ഷ ആരോപണത്തെ ചൊല്ലി ആരംഭിച്ച തർക്കമൊടുവിൽ സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്കാണ് വഴിമാറിയത്. രജിസ്റ്റർ കീറാൻ ശ്രമിച്ചെന്നും ആരോപണം ഉയരുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ അജണ്ട പാസാക്കി ബി.ജെ.പി കൗൺസിലർമാർ പിരിഞ്ഞെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് കൗൺസിലർമാർ വ്യക്തമാക്കി. ബി.ജെ.പി കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ യു.ഡി.എഫിലെ വനിതാ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്നും യു.ഡി.എഫ് കൗൺസിലർ കെ ശബരിനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വാശിയേറിയ മുദ്രാവാക്യം വിളികളും നാടകീയ രംഗങ്ങളും അരങ്ങേറിയ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഒടുവിൽ അജണ്ടകൾ പാസാക്കി യോഗം പിരിയുകയായിരുന്നു. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് കോർപ്പറേഷൻ ഓഫീസും പരിസരവും വൻ പോലീസ് സന്നാഹത്തിന്റെ നിയന്ത്രണത്തിലായി. ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൗൺസിൽ യോഗത്തെ യുദ്ധക്കളമാക്കാനുണ്ടായ നേരിട്ടുള്ള കാരണം. തങ്ങൾ ഉന്നയിച്ച കൗൺസിലറുടെ രാജി വിഷയം അടിയന്തരമായി കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് എൽ.ഡി.എഫ് പാർലമെന്ററി നേതാവ് എസ്.പി. ദീപക് ശക്തമായി ആവശ്യപ്പെട്ടു. പ്ലക്കാർഡുകൾ ഉയർത്തിയും നടത്തളത്തിലിറങ്ങിയും യു.ഡി.എഫ് കൗൺസിലർമാരും പ്രതിഷേധം കടുപ്പിച്ചതോടെ സഭ പൂർണ്ണമായി സ്തംഭിച്ചു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പരിക്കേറ്റ എൽ.ഡി.എഫ് കൗൺസിലർമാരും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. പരസ്പരം ചീത്ത വിളിച്ചും മുദ്രാവാക്യം വിളിച്ചും ബി.ജെ.പി, എൽ.ഡി.എഫ്, യു.ഡി.എഫ് അംഗങ്ങൾ നിലയുറപ്പിച്ചതോടെ കൗൺസിൽ ഹാൾ കലുഷിതമായി. ബി.ജെ.പി കൗൺസിലർമാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും വിദ്യാഭ്യാസമില്ലാത്ത വെറും നികൃഷ്ട ജീവികൾ എന്നാണ് ശബരിനാഥൻ വിശേഷിപ്പിച്ചത്. സുഗതനെ സഹായിക്കാനായി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നുവെന്നും ഇതിനു പിന്നിൽ ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ശബരിനാഥൻ തുറന്നടിച്ചു. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധങ്ങൾക്കും ബഹളത്തിനുമിടയിൽ നഗരസഭയുടെ അജണ്ടകൾ വേഗത്തിൽ പാസാക്കിക്കൊണ്ടാണ് കൗൺസിൽ യോഗം അവസാനിപ്പിച്ചത്.